തെരുവിൽ പോലീസിന്റെ ലാത്തിയടിയും ജലപീരങ്കിയും ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥി രോഷം ഇന്ന് രാജ്യത്തിന്റെ ഹൃദയത്തുടിപ്പായി മാറിയിരിക്കുന്നു. അഴിമതിക്കും കൊള്ളയ്ക്കുമെതിരെ ആ വികാരം കൊടുങ്കാറ്റായി അലയടിക്കുമ്പോഴാണ് BJP അഗ്നിപരീക്ഷണത്തെ നേരിടാനൊരുങ്ങുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ തെരുവുണർന്ന യുവത്വത്തിന്റെ പ്രതിഷേധം കെട്ടടങ്ങും മുൻപ് BJP ഭരണത്തിന് കീഴിലുള്ള 3 നിർണായക മണ്ഡലങ്ങളിൽ ജനങ്ങൾ വിധിയെഴുതുകയാണ്. ബങ്കിപ്പൂരും ദതിയയും മഞ്ചാൽപൂരും വെറും ഉപതെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളല്ല, മറിച്ച് അഹങ്കാരത്തോടെ അധികാരം നടത്തുന്ന BJPക്ക് എതിരായ ജനങ്ങളുടെ വിധിയെഴുത്തിന്റെ ആദ്യത്തെ വലിയ സൂചനയാണിത്. ബീഹാറിലെ ബങ്കിപ്പൂർ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. BJPയുടെ ഉറച്ച കോട്ടയെന്ന് അവർ അവകാശപ്പെടുന്ന ഈ മണ്ഡലത്തിൽ ഇന്ന് ഭരണവിരുദ്ധ വികാരം വിരളികൊള്ളുകയാണ്. സ്വന്തം നേതാക്കൾ രാജിവെച്ചൊഴിഞ്ഞും ഗ്രൂപ്പ് വഴക്കുകളിൽ വീണും തകർന്നു തരിപ്പണമായ BJPക്ക് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. നീറ്റ് അഴിമതിയിൽ അമർഷം പൂണ്ട ബീഹാറിലെ യുവജനങ്ങൾ ഇത്തവണ വോട്ടിലൂടെ BJPയുടെ അഹങ്കാരത്തിന് ചുട്ട മറുപടി നൽകും. ജൻസുരാജ് പാർട്ടിയുടെയും മറ്റ് പ്രതിപക്ഷ നിരയുടെയും കടന്നുവരവോടെ പതിറ്റാണ്ടുകളായി BJP കെട്ടിപ്പടുത്ത ആ കോട്ടയുടെ അടിത്തറയാണ് ഇവിടെ ഇളകിയിരിക്കുന്നത്. മധ്യപ്രദേശിലെ ദതിയയിലും സ്ഥിതി വ്യത്യസ്തമല്ല. പ്രാതിനിധ്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മൂല്യങ്ങളെ കാറ്റിൽ പറത്തി അധികാരം നിലനിർത്താൻ നോക്കുന്ന BJPക്കെതിരെ ശക്തമായ വികാരമാണ് ദതിയയിലെ മണ്ണിലുള്ളത്. മുതിർന്ന നേതാക്കളുടെ കലാപവും കൂട്ടരാജ്യ ഭീഷണികളും BJP അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാക്കിയിരിക്കുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ട ഈ ഭരണകൂടത്തിന് ദതിയയിലെ വോട്ടർമാർ തക്കതായ ശിക്ഷ നൽകും. അവിടെ കോൺഗ്രസിന്റെ കൈകളിലേക്ക് വിജയം വന്നു ചേരുന്നത് തടയാൻ ആർക്കും കഴിയില്ല. ഇനി ഗുജറാത്തിലെ മഞ്ചാൽപൂരിലേക്ക് വന്നാൽ BJPയുടെ സ്വന്തം തട്ടകത്തിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണിത്. മുൻ MLAയുടെ വിയോഗത്തെ തുടർന്നുണ്ടായ ഒഴിവിലും സഹാനുഭൂതിയേക്കാൾ ഉപരിയായി സ്വന്തം പാളയത്തിലെ അനൈക്യവും ജനങ്ങളുടെ കടുത്ത ഭരണവിരുദ്ധ വികാരവുമാണ് BJPയെ വേട്ടയാടുന്നത്. മോദിയുടെയും അമിത്ഷായുടെയും തട്ടകത്തിൽ കോൺഗ്രസ് നടത്തുന്ന ഈ മുന്നേറ്റം രാജ്യത്തിന് നൽകുന്ന സൂചന വളരെ വ്യക്തമാണ്. മാറ്റത്തിന്റെ കാറ്റ് വീശു തുടങ്ങിയിരിക്കുന്നു. ഓഗസ്റ്റ് 3-ന് വോട്ടെണ്ണൽ ഫലം പുറത്തു വരുമ്പോൾ ഈ 3 സംസ്ഥാനങ്ങളും BJPയുടെ പതനം പൂർണ്ണമായിരിക്കും. നീറ്റ് പരീക്ഷ എഴുതിയ കുഞ്ഞുങ്ങളുടെ ശാപവും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കൊണ്ട് പൊറുതുമുട്ടിയ ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ രോഷവും BJPയുടെ സിംഹാസനത്തെ ഇളക്കി മറിക്കും. അടിച്ചമർത്തപ്പെട്ട വിദ്യാർത്ഥി സമൂഹത്തിന്റെ രോഷം വോട്ടായി മാറി ബാലറ്റ് പെട്ടിയിൽ വീഴുമ്പോൾ BJPയുടെ ഏകാധിപത്യ ഭരണത്തിന് ജനങ്ങൾ നൽകുന്ന അന്ത്യശാസനമായി ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറും. തീർച്ചയാണ് കോൺഗ്രസ് ഈ മണ്ഡലങ്ങളിൽ വൻ വിജയം കൊയ്ത് അധികാരം പിടിക്കുക തന്നെ ചെയ്യും. രാജ്യത്തിന്റെ ജനാധിപത്യം വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിൽ ഈ വിജയം ഈ ഒരു പുതിയ ചരിത്രത്തിന്റെ തുടക്കമായി മാറും.